ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MLT സ്റ്റഡി ഹബ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നും അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ള ഒരു ഓവർവ്യൂ കൊടുക്കാം. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. എന്നാൽ 4 പേപ്പറാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഇയറിൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി, ബേസിക് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഹെമറ്റോളജി, അങ്ങനെ 4 പേപ്പർ വരും. ഇതിൽ അനാറ്റമി, ഫിസിയോളജി നമ്മൾ 2 പേപ്പറായിട്ടാണ് എക്സാം എഴുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അനാറ്റമി, ഫിസിയോളജി എന്ന് പറയുമ്പോൾ പേപ്പർ 1 അനാറ്റമി, അതിൽ അനാറ്റമി തിയറി എന്ന് പറയുമ്പോൾ 100 ഹവേഴ്സും പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ 80 ഹവേഴ്സും ആണ് വരുന്നത്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ 115 ഹവേഴ്സും പ്രാക്ടിക്കൽ 65 ഹവേഴ്സും ആണ് വരുന്നത്. ഇതിൽ അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്റോളജി ഇൻക്ലൂഡ് ചെയ്താണ് പഠിക്കുന്നത്. അതായത് ഓരോ സിസ്റ്റത്തിനും, നമ്മുടെ ഓരോ ബോഡി പാർട്ടിലെ ഓരോ സിസ്റ്റത്തിനും അനാറ്റമി പ്ലസ് ഈ ഹിസ്റ്റോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് അനാറ്റമിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അനാറ്റമിക്കൽ ടേംസ് ഓർഗനൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡിയിൽ ഓരോരോ അനാറ്റമിക് ടേംസിനനുസരിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ദെൻ സ്കെൽറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, തെറാക്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഹാർട്ട്, വാസ്കുലർ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇൻഡഗുമെന്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, സ്പെഷ്യൽ സെൻസസ്, അങ്ങനെ 15 ടോപ്പിക്കാണ് നമുക്ക് ഈ അനാറ്റമിയിൽ വരുന്നത്. പ്രാക്ടിക്കൽ 80 ഹവേഴ്സ് വരുന്നുണ്ട്. നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ ഉണ്ടാവാറില്ല. ഓക്കെ, ദെൻ ഫിസിയോളജി എന്ന് പറയുമ്പോൾ 115 ഹവേഴ്സ് ആണ്, പ്രാക്ടിക്കൽ 65 ഹവേഴ്സ് ആണ് വരുന്നത്. അതിൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിസിയോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഫിസിയോളജി നമ്മൾ അറിയണമല്ലോ, അതിനൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ദെൻ ബ്ലഡ് ഫിസിയോളജി, റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, മസിൽ ആൻഡ് നെർവസ് സിസ്റ്റം, സ്പെഷ്യൽ സെൻസസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടോട്ടൽ 11 ടോപ്പിക്സ് ആണ് വരുന്നത്. നമ്മുടെ അനാറ്റമിക്ക് നമ്മൾ സ്ട്രക്ചറലി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫിസിയോളജിയിൽ നമ്മുടെ അതിന്റെ ഫങ്ഷണലും മറ്റു കാര്യങ്ങളും നമ്മൾ ഈ ഫിസിയോളജിയിൽ പഠിക്കുന്നുണ്ട്. നോർമലി അനാറ്റമി ഫിസിയോളജിക്ക് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നില്ല. ദെൻ അതർവൈസ് നമ്മൾ ഈ ഫിസിയോളജി നമ്മുടെ ഈ ഹെമറ്റോളജി സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അനാറ്റമി ഫിസിയോളജിയുടെ ഒരു സിലബസ് ഓവർവ്യൂ പറയുന്നത്. ദെൻ ബയോകെമിസ്ട്രിയിൽ ബേസിക് ബയോകെമിസ്ട്രി ആണ്, അതായത് ബേസിക് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഈ സെല്ലിനെ കുറിച്ചും ഗ്ലാസ് വെയർസിനെ കുറിച്ചും എക്യുപ്മെന്റ്സിനെ കുറിച്ചും റിയേജൻസിനെ കുറിച്ചും അപ്പാരറ്റസിനെ കുറിച്ചും യൂണിറ്റ് ആൻഡ് വോളിമെട്രിക് അനാലിസിസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ബേസിക് ആയിട്ട് ബയോകെമിസ്ട്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. ആദ്യം നമുക്കൊരു ജനറൽ ഓവർവ്യൂ ഉണ്ട്. ദെൻ ലിവിങ് തിങ്സ് ആൻഡ് സെൽ ബയോളജി ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ദെൻ ലബോറട്ടറി ഗ്ലാസ് വെയർസിനെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷൻ, കെമിക്കൽസിനെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷൻ, വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നും പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ, ലബോറട്ടറി എക്യുപ്മെന്റ്സ്, ബയോളജിക്കൽ സ്പെസിമെൻ, വോളിമെട്രിക് അനാലിസിസ്, എലിമെന്ററി നോളജ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി, റേഡിയോ ഐസോടോപ്പിക് ടെക്നിക്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. ഒരു ജനറൽ ഓവർവ്യൂ ആണ് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് മെയിൻലി പഠിക്കുന്നതെന്ന് പറയുന്ന ബയോളജിക്കൽ മോളിക്യൂൾസിനെ പറ്റിയുള്ള കെമിസ്ട്രിയാണ്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഇത്രയും പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അവരുടെ സ്ട്രക്ചർ, ഇൻട്രൊഡക്ഷൻ, ഒക്രൻസ്, ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിലെ ബയോകെമിസ്ട്രിയിലെ ബയോളജിക്കൽ മോളിക്യൂൾസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ദെൻ ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. 230 hours ആണ് വരുന്നത്. ബയോകെമിസ്ട്രി തിയറിക്ക് ഒരു 130 hours വരുന്നുണ്ട്. പ്രാക്ടിക്കലിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്തൊക്കെയാണ്, നമ്മുടെ ഈ ഗ്ലാസ് വെയർസിനെ പറ്റിയുള്ള ഫെമിലറൈസേഷൻ, ദെൻ സാമ്പിൾ കളക്ഷൻ, സ്റ്റോറേജ്, ദെൻ സെപ്പറേഷൻ, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ മെഷർമെന്റ് ഓഫ് ലിക്വിഡ്സ്, കാലിബ്രേഷൻ ഓഫ് പിപ്പറ്റ്, ക്ലീനിങ് ഓഫ് ലാബ് വെയേഴ്സ് തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ബയോകെമിക്കൽ പ്രാക്ടിക്കൽസിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബേസിക് മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി പറ്റിയാണ്. അതിൽ 130 hours ആണ് ടോട്ടൽ. അതായത് മൈക്രോബയോളജിക്കും ഇമ്മ്യൂണോളജിക്കും ആയിട്ട് വരുന്നത് 130 hours ആണ്. ബേസിക് മൈക്രോബയോളജിക്ക് 55 hours ആണ് വരുന്നത്. ഇനി നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി, അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റിവ്യൂ, നമ്മുടെ സയന്റിസ്റ്റിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആണ് ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ദെൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, അതിനെ പറ്റിയാണ് സെക്കൻഡ് ടോപ്പിക്. ദെൻ സ്റ്റെറിലൈസേഷനിൽ തന്നെയുള്ള മെത്തേഡ്സിനെ പറ്റിയുള്ള ഓവർവ്യൂ, ഡിസിൻഫെക്ഷനിലുള്ള മെത്തേഡ്സിനെ പറ്റിയുള്ള ഓവർവ്യൂ, ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്
പാറ്റേൺസ് നമ്മൾ ഓരോ പാറ്റേൺസിനെ പറ്റി പഠിക്കുന്നത്, ഇൻക്യുബേറ്റർ, സെൽ മോർഫോളജി, മോർഫോളജി ഓഫ് ബാക്ടീരിയ, സ്റ്റെയിനിങ്. ഇത് എത്രയാണ് നമ്മുടെ ബേസിക് മൈക്രോബയോളജിയിൽ വരുന്ന ടോപ്പിക്. ഒരു 10 ടോപ്പിക് ആണ് വരുന്നത്. ദെൻ അതിന് ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ 75 hours ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണോളജി സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ, പതോജനിസിറ്റി, വിറുലൻസ്, പ്രൈമറി ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയുള്ള ഡെഫിനീഷൻസ്, ദെൻ സെൽ മീഡിയേറ്റഡ് ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി പ്രിൻസിപ്പിൾസ്, മോണോക്ലോണൽ ആന്റിബോഡീസിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, ടെസ്റ്റിംഗ് മെത്തേഡ്സ്, ദെൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, ലൈക്ക് അങ്ങനെയുള്ള കുറച്ചധികം ടോപ്പിക്സ് വരുന്നുണ്ട് ഇമ്മ്യൂണോളജിയിൽ. പ്രാക്ടിക്കൽ അവേഴ്സ് 230 hours ആണ് വരുന്നത്. നമ്മൾ കൂടുതലും സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് ഈ പ്രാക്ടിക്കലിൽ വരുന്നത്. സ്റ്റെയിനിങ് മെത്തേഡ്സ്, ദെൻ നമ്മുടെ ബാക്ടീരിയ ഐഡന്റിഫിക്കേഷൻ മെയിൻലി, അതാണ് നമ്മുടെ ഈ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആൻഡ് ഹെമറ്റോളജി 130 hours ആണ് വരുന്നത്. ഇതിലും നമ്മൾ ഈ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ആണല്ലോ. സോ ബേസിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു നാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഈ എന്തിലാണ്, ഹെമറ്റോളജി സെക്ഷനിലാണ് വരുന്നത്. അത് നമ്മൾ അതിൽ പല പല നമ്മുടെ NABH അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഘടനകൾ, ആയുഷ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഇതിലാണ് വരുന്നത്. ദെൻ മെഡിക്കൽ ലോ ആൻഡ് എത്തിക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് മെഡിക്കൽ ലബോറട്ടറി പറ്റി പഠിക്കുന്നുണ്ട്. ദെൻ എസ്പെഷ്യലി മൈക്രോസ്കോപ്പിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദെൻ ഹെമറ്റോളജി സെക്ഷനിൽ പിന്നെ നമ്മുടെ ഹെമറ്റോളജി നമ്മുടെ ബ്ലഡും ബ്ലഡ് കമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിന്റെ കൗണ്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെയിനിങ്ങിൽ സ്റ്റെയിനിങ്സ് ഇൻക്ലൂഡ് അത് പഠിക്കുന്നുണ്ട്. ദെൻ സംതിങ് മോർ അബൌട്ട് മൈക്രോസ്കോപ്പ്, ബ്ലഡ് കമ്പോണൻസ്, staining methods that are included in the hematology section. Then practically ഇത് തന്നെയാണ്, അതായത് നമ്മുടെ കൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു, സ്റ്റെയിനിങ് ചെയ്യുന്നു, പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഹെമറ്റോളജി സെക്ഷനിൽ കൂടുതലും വരുന്നത്. ടോട്ടലി 4 subjects ആണ് വരുന്നത്. നമുക്ക് ഈ 4 സബ്ജക്ട്സും കൂടി ടോട്ടൽ നമുക്ക് പാസ്സാവണമെങ്കിൽ അനാറ്റമി ഫിസിയോളജിക്ക് മാക്സിമം 125 ആണ് വരുന്നത്. 2 സബ്ജക്ട് കൂടി ചേർത്ത് ബയോകെമിസ്ട്രി 300, ബേസിക് മൈക്രോബയോളജി 300, ബേസിക് ഹെമറ്റോളജി 300. ടോട്ടൽ 1025 ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ സെക്ഷനിൽ നമുക്ക് ടോട്ടൽ മാക്സിമം വരുന്ന 1025 ആണ് വരുന്നത്. ഇതിന് മിനിമം 512.5 എങ്കിലും നമുക്ക്, അതായത് 501.5 അത്രയെങ്കിലും നമുക്ക് മിനിമം വേണം, എങ്കിലും നമ്മൾ പാസ് ആവുള്ളൂ. ടോട്ടൽ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയറിലെ ഒരു ഓവർവ്യൂ പറയുന്നത്. സിലബസ് അനാലിസിസ് മാത്രമാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്.